മധ്യകേരളത്തിൽ മഴക്കെടുതി രൂക്ഷം. പത്തനംതിട്ടയിൽ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. എറണാകുളം ജില്ലയിൽ ഇതുവരെ 336 വീടുകൾക്ക് നാശനഷ്ടമുണ്ടായെന്ന് കണക്ക്. തൃശൂർ വാടാനപ്പള്ളിയിൽ കടലാക്രമണം രൂക്ഷമായതോടെ നിരവധി വീടുകളിൽ വെള്ളം കയറി. പത്തനംതിട്ട പമ്പയാറിനോട് ചേർന്ന പുഞ്ചപ്പാടത്ത് മീൻ പിടിക്കാനായി ചെറുവള്ളത്തിൽ സഞ്ചരിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. നെല്ലിക്കൽ സ്വദേശി മിഥുൻ, കിടങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവാവിനായി ഫയർഫോഴ്സ് തിരച്ചിൽ തുടരുകയാണ്. 2 ദിവസത്തിനിടെ എറണാകുളത്ത് മാത്രം മരം വീണും മണ്ണിടിഞ്ഞും തകർന്നത് 19 വീടുകളാണ്. തൃശൂർ കുന്നംകുളത്ത് കാലപ്പഴക്കം ചെന്ന കെട്ടിടം തകർന്നു വീണു. ഇടുക്കി ഉടുമ്പൻചോലയിൽ തോട്ടം തൊഴിലാളികൾ താമസിച്ചിരുന്ന 2 വീടുകളും തകർന്നു. കോട്ടയത്ത് കനത്ത മഴയിൽ വീട് ഇടിഞ്ഞു വീണു. കുറിച്ചി സ്വദേശി ശോഭയുടെ വീടാണ് നശിച്ചത്. കുന്നിടിഞ്ഞു വീട് എറണാകുളം തേവക്കൽ സ്വദേശി ലൈജുവിന്റെ വീടും തകർന്നു. ഒരു ഒറ്റം കേട്ട് ആദ്യം മണ്ണിന് മനസ്സിലാക്കാം എന്താന്ന് നോക്കാന്ന് പറയാം. 4 സ്റ്റെപ്പ് അവിടെ ഇറങ്ങിലും അതാണ് ഒറ്റയടിയായി വീണു. മൂന്നാറിൽ ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. തൊടുപുഴ, മൂവാറ്റുപുഴ, പെരിയാർ, മണിമലയാർ നദികളിൽ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. തിരുവല്ല, അമ്പലപ്പുഴ സംസ്ഥാന പാതയിലും നെടുമ്പ്രത്തെ 25ഓളം വീടുകളിലും വെള്ളം കയറി. കൊച്ചിയിൽ എടവനക്കാട് ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലും തൃശൂർ വാടാനപ്പള്ളിയിലും കടലാക്രമണവും രൂക്ഷമാണ്. നേരിയ ശമനമുണ്ടെങ്കിലും ഇടപെട്ട് പെയ്യുന്ന മഴ മധ്യകേരളത്തിലെ ആശങ്ക ഇരട്ടിയാക്കുന്നുണ്ട്. മതിയായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അധികൃതരുടെ വിശദീകരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം കൊച്ചിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1.